Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് രണ്ട് രീതിയിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ഒക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ നല്ല ക്രിസ്പി ആയ പോലെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? തൊട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ സോഫ്റ്റ്നെസ് ഒക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ. അതായത് ഇതിനകത്ത് നല്ല വെള്ളമൊക്കെ അങ്ങോട്ട് വലിച്ചെടുക്കണം. നല്ല ഇതിൻ്റെ ആ ഈർപ്പൊക്കെ നഷ്ടപ്പെട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് തന്നെ വന്നത്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇതും നല്ലപോലെ കണ്ടോ ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ രണ്ട് വശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ടിന്നിലായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലായിട്ട് എടുത്തു വയ്ക്കാം. പുറത്തിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ ഫ്രിഡ്ജിൽ ഇരിക്കുവാണെങ്കിൽ കുറച്ചധികം ദിവസത്തേക്ക് ഇരുന്നോളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് എന്തെങ്കിലും ബ്രെഡ് പൊരിച്ചൊക്കെ എടുക്കാൻ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ആ സൈഡ് കട്ട് ചെയ്ത വശങ്ങളൊക്കെ, അതായത് ബ്രൗൺ കളറായിട്ടിരിക്കുന്ന ഒരു വശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അതുപോലെ ഈ ബ്രെഡ് ഏറ്റവും ലാസ്റ്റുള്ള ബ്രെഡും ഒക്കെ അങ്ങനെ എങ്ങനെ പൊടിച്ച് ഇരിക്കുന്ന ബ്രെഡൊക്കെ ആണെങ്കിലും കീറിപ്പോയ ബ്രെഡൊക്കെ ആണെങ്കിലും ഇതിനകത്തേക്ക് ഇങ്ങനെ മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുക്കാം. മറ്റേത് നമ്മൾ ഫുള്ളായിട്ടുള്ള ഒരു ബ്രെഡാണല്ലോ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തത്. ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം കീറി ഇങ്ങനെ മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ മിക്സിയുടെ ജാർ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറ് വന്നിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. വേണ്ട നല്ല പോലെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് എന്താ പറയുക വറുത്തെടുക്കണം. അതായത് ആ ബ്രെഡിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ പോയി നല്ല പോലെ ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ ടിന്നിലിട്ട് ഫ്രിഡ്ജിലിട്ട് വെച്ചേക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോമ്പ് വരാൻ പോവല്ലേ, അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും ഒരു ഇഫ്താർ സ്നാക്സിനൊക്കെ മിക്കവാറും തന്നെ ബ്രെഡിൽ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.